കാവിലെ ബലി കഴിഞ്ഞപ്പോ തൊട്ട് പറയുന്നതാ വളവിലെന്തോ അനർത്ഥം സംഭവിക്കുന്നു. ഏതായാലും ദൈവം കാത്തു. ടീച്ചറെ, വളവിൽ നടന്നത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പക്ഷെ ഓർമ്മയിൽ എവിടെ ഒരു പെൺകുട്ടിയുടെ മുഖം. എന്തായാലും അപ്പുവിന്റെ ഒക്കെ ധൈര്യം സമ്മതിച്ചു. ആ സമയത്തൊക്കെ വളവിലൂടെ എന്റെ അമ്മ. അതെ അതെ, രാത്രിയായ വീടിന് പുറത്തിറങ്ങാത്ത ചെറുക്കനാ. ഒരാവശ്യം വന്ന മനുഷ്യന് ധൈര്യം താനെ വരുമെന്ന് പറയുന്നത് എത്ര ശരിയല്ലേ? എന്നിട്ട് അവരൊക്കെ എവിടെ? കഴിഞ്ഞെങ്കിൽ ഇത് പൊട്ടിപ്പോയേനെ. എന്റെ മെഡിക്കൽ കരിയറിൽ ഇതുപോലൊരു പനി ഞാനും കണ്ടിട്ടില്ല. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. പേടിക്കണ്ട മോനെ, ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഉള്ളിൽ എന്ത് സംഭവിക്കുന്ന കൊച്ചിനെ പുറത്തെടുത്ത് പോയി. ഞാൻ ഒറ്റക്കായി പോയി. ഇന്നലെ രാത്രി തൊട്ട് ഇത് തന്നെ പറഞ്ഞു. ഫോറസ്റ്റുകാർ വന്ന് അമ്മയും കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുവന്നു വരെ പേടിച്ചാശാനെഴുതേ. കണ്ടത് നടന്നതൊന്നും ഇനി ആരോടും പറയാൻ നിൽക്കണ്ട. ചാവാണ് മാറിപ്പോയത് ആശാനെ. ഇതൊരു സൂചന മാത്രം. വലുതെന്തോ സംഭവിക്കാൻ പോകുന്നു. சிம்பிளா முடிச்சாங்க. இந்த புட்டுச்சுனா காலி. ஆமாண்ணா, அது நோக்கி தான் ஒரே குத்து தான். ஒரே தேத்த போதுக்கிறது. சம்மதி தெரியுமா காட்டுக்கு பெருசா இருக்கும், இவ்வளோ சின்னதாக இருக்காது. சரியான பெருசா சீட்டாவே சாவச்சிருந்தோம். இது ஓகே. அதையும் கிட்ட வந்து நின்னுச்சு. கட்சிட்டு போச்சா? கட்சிட்டு காலை கட்சிச்சு. அது என்னது இவ்வளவு பில்டப் கொடுத்துங்கறாங்க உங்களுக்கு? அது நான் கேட்ட வந்தா. അതെന്താ കേട്ടോ? ഓക്കേ ഓക്കേ മാസ്. എടോ, തൻ്റെ പെങ്ങളുടെ കേസ് ഫയൽ ഞാൻ എടുത്തിരുന്നു. 91-92 പോലീസ് കേസ് എടുത്തു. കാര്യമായിട്ട് വിരോധം കിട്ടാഞ്ഞിട്ട് തന്നെയാണ് അന്ന് ആ കേസ് ക്ലോസ് ചെയ്തു. ഞാൻ അറിഞ്ഞു വെച്ച് ഒരു കാര്യം പറയാം, തനിക്ക് വിഷമാവും. തൻ്റെ പെങ്ങളെ ഇനി നോക്കണ്ടോ? നിങ്ങൾ പറയുന്ന പോലെ ആ ചെക്കൻ കൊന്നാണോ അതോ ആ വളവ് ലക്ഷ്യം പിടിച്ചാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്ന് മാത്രം ഞാൻ പറയാം, തൻ്റെ പെങ്ങൾ ആ വളവ് വിട്ട് പോയിട്ടില്ല. ആ വളവിലെ മരണമൊന്നും സുമതി കാരണോ അല്ല സാറേ. ആ വളവ് വഴി പോകുന്നവരെ അവൾ തടയും, പേടിപ്പിച്ച് വഴിമാറ്റിവിടും. എന്തിനാണെന്നറിയോ? ആ വളവിൽ വെച്ച് അവൾക്കും അവളുടെ പള്ളയിലുണ്ടായിരുന്ന കൊച്ചിനും വന്ന ഗതി ഇനി ആർക്കും വരാതിരിക്കാൻ. ബ്രിട്ടീഷ് പടയെ കാട്ടുവഴിയിൽ തീർക്കാൻ 19-ാം നൂറ്റാണ്ടിൽ ബ്രഹ്മരക്ഷസിനെ ആഭിചാരം ചെയ്തെടുത്ത വളവാണത്. പക്ഷേ ഇന്ന് ആ വളവൊരു ചക്രവ്യൂഹമാ സാറുമാരെ. ആരെയും അവൾ ആ വളവിലേക്ക് കടത്തിവിടില്ല. ആ വളവ് വിട്ടൊരു ശക്തിയെയും അവൾ പുറത്തേക്കും വിടില്ല. വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരെ ഒരു മരം വന്ന് ഒറ്റ വീഴ്ച. എല്ലാവർക്കും പുറത്തിറങ്ങാൻ പോയി. ഞാൻ പിന്നെ ഒന്നും നോക്കാൻ പോയില്ല, ഞാൻ പുറത്തിറങ്ങി. എനിക്ക് എന്ത് സുമതി, ഞാനിങ്ങനെ നടന്നു പോകുമ്പോ ദേ മുമ്പിൽ ഇരിക്കണ സുമതി. അപ്പൊ എന്ത് ചെയ്യും? കണ്ടാന്നാ ഇങ്ങനെ ഇത്ര അടുത്ത് മുഖാമുഖം. ഇതിനൊക്കെ എന്തിനാണ് പിള്ളേരൊരു കാര്യം. പിന്നെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കല്ലേലിൽ ഞാനുള്ള ഹീറോ. ആണോ? ഹീറോ എന്താ ഇവിടെ? അല്ലിയുടെ പഠന നിലവാരം അറിയാൻ വന്നാവോ അല്ലേ? അല്ലല്ല, ഞാൻ എന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനെ പറ്റി ബാമയെ ചർച്ച ചെയ്യാൻ വന്നു. അത് ഞാനെന്താ ചെയ്യാനുള്ള? ബാമ ഒറ്റ സഹായം ചെയ്താൽ മതി. എനിക്ക് നിന്നെ കെട്ടണം. എനിക്ക് ഈ സിനിമയുടെ ഒന്നും പറയാൻ പാടില്ല. പിന്നെ പട്ടാളം ഉണ്ടെങ്കിൽ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം. നല്ല ആഗ്രഹമാണല്ലോ, പക്ഷെ നടക്കില്ല. ബാമേ, ഇനിയിപ്പോ ആരും സമ്മതിച്ചില്ലെങ്കിലും നമുക്ക് വിളിച്ചോടാട്ടോ. സമയമുണ്ടല്ലോ, ആലോചിക്കാം. இந்த வார்த்தையை வர வைக்கத்தான் சொல்லி சாங்க. എന്തോ വാടാ ഇവിടെ പരിപാടി? மாட்டினாங்களா? என்ன എന്താ മക്കളെ ഇവിടെ கடலை போட்டு മോള് പേടിക്കണ്ട, നമ്മള് ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നേ.
പട്ടാളക്കാരന് പണിയാകുമല്ലോ സാറേ. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് കേരള പോലീസ് അല്ലേ ഇടൂ. നടക്കട്ടെ. എന്നത്തെ മുറിച്ചു കൊടുക്കുക. അയ്യോ സമയാ. വിജയമാമ വരുന്നേരുണ്ട് കേട്ടോ. വന്ന കാര്യം പറയാലോ വിജയമാമ, ഒരു കല്യാണം അറിയിക്കാൻ വന്ന. കല്യാണോ? ആടെ ഞങ്ങളുടെ മോടെ മാമയുടെ അല്ല പയ്യനെ വിടുന്ന പയ്യൻ ഈ നാട്ടുകാരനാ, നമ്മുടെ ഭദ്രൻ. നന്നായി. അവനും വേണ്ട ഒരു ജീവിതം. ഇതോടുകൂടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിക്കട്ടെ. അല്ല അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ അധികം ദിവസം ഇല്ലല്ലോ. അതെ, അവളെ ജാതകം നോക്കിയപ്പോ പെട്ടെന്ന് കെട്ട് നടത്തിയില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അതാ പെട്ടെന്ന് നടത്താൻ തീരുമാനം. അവക്കിപ്പോ ജോലിയൊക്കെ ആയല്ലോ, നന്നായി. അല്ല ശോഭ ചായ എടുക്ക്. ഏയ് വേണ്ട, ഞങ്ങളിത് ഇറങ്ങും. ഇനി ഒരുപാട് വീട്ടിൽ കയറാനുള്ളേ, ദിവസം അങ്ങ് എടുത്തില്ലേ. டீசெண்டா முடிச்சுக்கிறேன். വന്നേ. வந்து சண்டை போடல, கத்தி வச்சு குத்துல, ஆனா நெஞ்ச பிச்சு எடுத்துட்டாடா. ഓടി പോകാനാണ്. നീ പഴയതൊന്നും മനസ്സിൽ വെക്കണ്ട. ഇതോടെ തീരുന്നെങ്കിൽ ഇല്ല അങ്ങ് തീരട്ടെ. നീ വന്ന് നിന്ന് കല്യാണം നടത്തി തരണം. നീ വരും. നിനക്ക് ധൈര്യം തരാനുള്ള ഒരു ഒറ്റമൂലി എന്റെ ധൈര്യത്തിന് ഒറ്റമൂലിയാ ശിവതാമാസമുള്ള ചമ്മേടാ. ഇതാണ് ഞാൻ ആ പറഞ്ഞ ഒറ്റമൂലി. ശിവോഹം. അഘോരികൾ സേവിക്കുന്ന ഹരിഹോ ശിവഹോ. ചേട്ടാ എനിക്കും കുറച്ച് ധൈര്യം ടച്ചിങ് എനിക്കും വേണം. എല്ലാവർക്കും തരാൻ ധൈര്യം അക്രമം കാണിക്കില്ല. ഓ അതുവാ ശിവോഹം. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? എന്നാ വാ പോവാ. വാ എങ്ങോട്ട്? മഹേഷിനെ കൊല്ലാൻ. അവൻ പട്ടാളത്തിലാണ്, തോക്കുണ്ടാവും. വിട്ടേക്കാം. അവനല്ല, ഇതിനൊക്കെ കാരണം അവളാ സുമതി. എടാ അതിന് അവൾ അല്ലെങ്കിലും ചത്തതല്ലേ. നീ മടിയൊക്കെ താഴെ. ചത്ത സുമതിയെ വിളിച്ചു നിർത്തി നമ്മളൊന്നുകൂടി കൊല്ലും. എങ്കിൽ ചലോ. അവളെങ്ങാനും മുമ്പേ വന്ന നേരെ പുറയുന്നു പിടിച്ചോ. ഞാൻ അവിടെ പല്ലിടിച്ചു കളഞ്ഞോളാം. ധൈര്യം വന്നു. ഞാനാണല്ലോ എനിക്കറിയാതല്ലോ വളയെ പോകുന്ന സ്റ്റാർട്ടാവൂലടാ. സ്റ്റാർട്ടാക്കില്ല. ആര്? സുമതി സ്റ്റാർട്ടാക്കില്ല. സുമതിനെ കൊണ്ട് ഞാൻ സ്റ്റാർട്ടാക്കിക്കും. യക്ഷിയുടെ തന്തയ്ക്ക് വിളിക്കുന്നോടാ. എന്നെ നാലിലോ പറഞ്ഞിട്ടുള്ള ബായിക്കാര്യം വളവിലോ ഞങ്ങൾ നിൽക്കുന്ന കണ്ടാടി ഏതോ ഒരുത്തി വളവും കിടന്ന് വിളിച്ചോടി പോയി. ഞാനാണ് അവരെ കൊലക്കൊടുത്തെന്നുള്ള പേര് പറഞ്ഞാണ്. എന്റെ പെണ്ണിപ്പോ വേറെ ഭാര്യയാവാൻ പോണത്. എനിക്ക് നല്ല വിഷമമുണ്ടേ. എനിക്ക് നല്ല വിഷമമുണ്ട്. എനിക്ക് ഇനി പറയണം. ഇതാണോ ചമ്മച്ചേട്ടൻ കുത്തി നാരങ്ങ? ചട്ടിയൊക്കെ കുട്ടാപ്പി എവിടാ? കൂട്ടം തെറ്റി പോലെ മടിച്ചേട്ടാ. ഫുള്ള് ഹൈ ആയിട്ട് ஒரே பாட்டிலுக்கு தச்சான்ல சில ஒயின் ஷாப்ல இருந்தே வரலையே அவனுக்கு. அவ்வளோ പവറാണത്. സാറിന്റെ സാറ് ഇവിടെ? അത് ശരി, അത് ഞങ്ങളല്ലേ ചോദിക്കേണ്ടത്. നിങ്ങളെന്താ ഇവിടെ? വെളുപ്പിനെ വളവിൽ നിന്ന് അഞ്ചെണ്ണത്തിനെയും ഞങ്ങളെ ഇങ്ങോട്ട് പോയിക്കൊണ്ട് വന്നത്. ഒറ്റ ഒരുത്തനും ബോധമില്ലായിരുന്നു. ഇന്നലെ എന്തായിരുന്നാ വളവ് പരിപാടി? നിനക്കൊക്കെ എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം കിട്ടിയേ? ധൈര്യത്തിലുള്ള സാധനം ചെമ്പഞ്ചേട്ടൻ തന്നു. എന്ത് സാറേ, ഇന്നലെ ചെമ്പഞ്ചേട്ടൻ തന്ന ശിവോഹം കഴിച്ചപ്പോഴേ ഒടുക്കത്തെ ധൈര്യം കിട്ടി. പിന്നെ വളവിൽ പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. വളവിലോ? വളവിലപ്പോ പോയി? അല്ലടോ ശിവോഹം. അത് ഈ പച്ചമരുന്നെല്ലാം കൂടെ അരച്ച് കളിക്കൊരു ലേഹിയാണ് സാറേ. അതെ. എടോ ഞങ്ങളുടെ നാട്ടിൽ കഞ്ചാവ് ലേഹ്യം എന്നാ പറയുന്നത്. അല്ല പിന്നെ സാറേ, നാട്ടുകാർ തണ്ടികളെ എന്നെ കഞ്ചാവ് ലേഹ്യം എന്നൊക്കെ പറഞ്ഞാലും
എനിക്കത് ശിവോഹം സാറേ സത്യോട് ഞങ്ങൾ അരവണയെന്ന് വെച്ച് കഴിച്ചാണ് സാറേ ഇവിടെ സാറേ പ്ലീസ് സാറേ സാധനം ഇതാണെന്ന് അറിയില്ലായിരുന്നു സത്യമായിട്ടും. രാത്രി തനിക്ക് എന്താ വല്ല ഭ്രാന്തോ? ഇല്ല സാർ. ഉണ്ടോടാ? നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു. അതെങ്ങനെങ്കിലും പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ നോക്കും. അതങ്ങനെ തീരില്ല സാറേ, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. അവിടെ ഓരോ വീട്ടിലേക്കാക്കും. ശരി സാർ. ധന്യവാദ്. താങ്ക് യു സാർ. എന്താ ബാമ ടീച്ചറെ കല്യാണമായല്ലേ? നാട്ടിലത്തെ ചില വായി നോക്കിയുള്ള ശല്യം കാരണം കെട്ടിച്ചയക്കാന്ന് വിചാരിച്ചു. മാമൻ നല്ല വിഷമത്തിലാ. കുറച്ചൊക്കെ വിഷമിക്കട്ടെ. നാട്ടിൽ ഏത് തണ്ടികൾക്ക് അടിച്ചു കൊടുത്താലും നിന്നെ മാമൻ അടിച്ചേരൂല. പിന്നെ ഇപ്പാരെ കെട്ടാൻ പോന്നെന്നറിയോ? നമ്മുടെ ഭദ്രൻ ചേട്ടനാ. നിന്റെ മാമൻ എന്താ ഉള്ളേ? ഒരു ഓഞ്ഞ കാസറ്റ് ഇടാം. എടി സിനിമാ തിയേറ്ററിനേക്കാളും താഴെയാടി കാസറ്റ് ഇടാം. ഒരു മിനിറ്റ് ഇപ്പൊ വരാടാ. വാവക്കുട്ടാ, നമ്മള് ബാമ ടീച്ചറിനെയും മാമനെയും സഹായിച്ചു. നമ്മുടെ കാര്യം വരുമ്പോ നമ്മളെ ആര് സഹായിക്കും? നീ ഇപ്പൊ എന്താ പറഞ്ഞ? പെട്ടെന്ന് വന്നില്ലെങ്കിൽ കഞ്ഞിവെള്ളം പോലും കിട്ടൂലടാ. എടാ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം. നീ എന്താ പറഞ്ഞ? പാവക്കൂട്ടനെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലല്ലേ? ഒരു മിനിറ്റ് 3 ദിവസമായിട്ട് കൊണ്ടു കിടക്ക. എന്റെ ചേച്ചി നിന്റെ മാമൻ വരാൻ പറഞ്ഞതാ. ഇന്നോ അല്ലേ വേണ്ട, എന്റെ തന്നെ ഇരിക്കട്ടെ. നിന്റെ മാമൻ എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ മാമൻ. ഞാനെടുത്തോളാം. എന്താ ലേറ്റ്? പറയാം അമ്മേ. ഇതാരാ? ബാവക്കുട്ടനോ? ഞാൻ അല്ലിയുടെ കൂടെ വന്നോന്നല്ല, ശ്രീകുട്ടീനെ കൊണ്ടുവിടാൻ വന്നതാ. പിന്നെന്താ അവിടെ നിൽക്കുന്നേ? വേണ്ട, ആരും ക്ഷണിച്ചില്ല. അല്ലേലും ചുമ്മാ അങ്ങനെ വലിഞ്ഞേറി ചെല്ലുന്ന ശീലം ഞങ്ങളുടെ കുടുംബക്കാർക്കില്ല. ഇതാ വരൂ വല്യമോളെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചേച്ചിക്ക് കല്യാണത്തിന് താല്പര്യമില്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ എന്റെ ചേച്ചിക്ക് ഇഷ്ടം താങ്കളോടാണ്. അതുകൊണ്ട് തന്നെ ഈ കല്യാണം മുടക്കാനുള്ള വഴികളൊക്കെ നോക്കിക്കോ. അടിച്ചോണ്ടോന്നേയിരിക്കും നല്ലത്. അടിച്ചോണ്ട് പോ. അല്ല, കല്യാണാലോചിച്ചോണ്ടങ്ങോട്ട് ചെല്ലി. ഒരു ജോലിയില്ല, കൂലിയില്ല. ഈ ഉണക്ക കാസ്റ്റഡി വെച്ചിട്ടാണോ പെണ്ണു വയ്ക്കാൻ? ഞങ്ങളുടെ കാസറ്റിനെ പറ്റി വല്ല പറഞ്ഞല്ലേ? ഓ ഇത് ഞങ്ങളുടെ ചോറ അറിയോ? പിന്നെ കാസ്റ്റല്ലേ നിങ്ങൾ പുഴുങ്ങി തിന്നണം. കുറച്ചേരം പാട്ട് കേൾക്കാം. വാവേ ആ കത്ത് കൊടുക്ക്. കത്താ എന്നാ ചേച്ചി തരാൻ പറഞ്ഞതാ. പിന്നെ അളിയാ എന്തേലും ആവശ്യം എന്നെ വിളിച്ചാൽ മതി കേട്ടോ. എടാ കുട്ടാ, നീ ഇപ്പൊ നമ്മുടെ ടീമായി സ്ഥിതിക്ക് നമുക്ക് അപ്പുറത്ത് ചായ കുടിച്ചാലോ? പരിപ്പൊടി മേടിച്ചു വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ നടന്നു നോക്കോളാം. അപ്പു കല്യാണക്കുറി കിട്ടിയില്ലേ? പഴയതൊന്നും മനസ്സിൽ വെക്കണ്ട. അമ്പാടി വരില്ലേ? കല്യാണല്ലേ? കലക്ക പ്രകാശേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ഭദ്രന്റെ കയ്യിൽ നിന്ന് 50,000 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ പറ്റാതായപ്പോഴാണ് പ്രകാശേട്ടൻ ടാക്കീസിൽ ജോലിക്ക് പോയി തന്നെ ആ കാശ് എങ്ങനെയും തിരിച്ചു കൊടുക്കാനാ. പക്ഷെ അവന്റെ ഉദ്ദേശം അതല്ലായിരുന്നു. എന്നോടുള്ള പ്രശ്നം കൊണ്ട് മാത്രമല്ല അപ്പോ ഞാൻ ആ ജോലി വിട്ടത്. അവൻ അവൻ അവനെന്റെ മോളെ പോലും പേടി അപ്പു മാമ. എന്തിനാ പേടിക്കുന്നത്? ഭദ്രനെ മോള് ഉപദ്രവിക്കൂല. അപ്പൊ വന്നോയിക്കോളാം. നീ ഇപ്പൊ ഈ കഥ നാട്ടുകാരുടെ അടുത്ത് പറയാൻ നിന്നാ ആ പെണ്ണിന്റെയും കൊച്ചിന്റെയും ജീവിതം നശിപ്പിക്കുന്ന പോലെയോ? നീ നിന്നെ വിശ്വസിക്കുന്ന അവളെ അവന്റെ ഞാൻ എന്ത് ചെയ്യാനാ ചെമ്മച്ചേട്ടാ? ഇപ്പൊ അച്ഛനാ കല്യാണം മുന്നിൽ നടത്തുന്നത്. അല്ലേലും നാട്ടുകാരുടെ കല്യാണം നടത്തി കൊടുക്കലാണല്ലോ ആ കള്ളത്താടിയുടെ പണി. മഹേഷേ, നീ എന്നോടുള്ള ദേഷ്യത്തിന് അവളുടെ ജീവിതം കൊണ്ട് നശിപ്പിക്കരുത്. നിന്നെ കെട്ടി അവള് നശിക്കാതിരിക്കാനാ ഞാൻ ഭദ്രനെ കൊണ്ട് അവളെ കെട്ടിക്കുന്നത്. പിന്നെ നിന്നോട് എനിക്ക് ദേഷ്യം ഉണ്ടാ. നീയല്ല എൻ്റെ ചേച്ചിയെ കൊണ്ടുപോയി കൊന്നത്. മഹേഷേ ഞാൻ പോടാ. ആരാണ് ഇത്? പേര് സുജ, കുട്ടി അവരുടെ മോളാ. ഇവരുടെ ഡീറ്റെയിൽസ്? സുജയുടെ സ്വന്തം സ്ഥലം എവിടെയെന്ന് അറിയില്ല സാറേ. ഇവരെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്ന 3 വർഷം മുമ്പ് ഇവരുടെ ഭർത്താവ് കടം കയറി ആത്മഹത്യ ചെയ്തു. പിന്നെ വലിയ കഷ്ടത്തിലായിരുന്നു. ഇവർക്ക് എന്താ ജോലി? പലപ്പോഴും മരിക്കാൻ തീരുമാനിച്ചതാ. പക്ഷെ ഇപ്പൊ ജീവിക്കാനൊരു വാശി. ഞാൻ ഇവക്ക് വേണ്ടി ജീവിക്കും. ഇവളെ പഠിപ്പിച്ചൊരു നിലയിലെത്തിക്കണം. ഇവക്ക് നിന്റെയൊക്കെ കടയിലാണ് ജോലി? അതെ സാർ. എന്താടാ വല്ല ചുറ്റിക്കളിയുണ്ടോ? ഏതായാലും ഉച്ച കഴിഞ്ഞ് സ്റ്റേഷൻ വരെ പാടൂ. ബക്കറ്റ് ഫയർ ബക്കറ്റ്
பார்த்தவொடனே அதை யூஸ் பண்ணுவாங்க தான் தோணுது. இந்த 2 பேரும் ஈக்குவலாக அடிச்சுக்கிறாங்களா? அதே பார்த்தீங்களா? അപ്പു ഭദ്രൻ എന്ത് ചെയ്തെന്നാ? കടം വീട്ടാൻ കാശില്ലെന്ന് എഴുതി വെച്ചിട്ട് അവള് എന്തിനാ അപ്പു എന്നെ നീ എല്ലാവരും മുമ്പിൽ ഇങ്ങനെ മോശക്കാരനെ കാണിക്കുന്നത്? നീ പ്രേമിക്കുന്ന പെണ്ണിനെ ഞാൻ കെട്ടുന്നത് മുടക്കാൻ വേണ്ടിയാണോ ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നീ പറഞ്ഞുണ്ടാക്കുന്നത്? ഏത് പെണ്ണിന്റെ കാര്യമാടാ മോൻ പറഞ്ഞേ? വിജയേട്ടാ നാട്ടുകാരൊക്കെ നോക്കുന്നു. അപ്പോ വാ വീട്ടിൽ പോയി സംസാരിക്കും. സുധാകരന്റെ മോളും നീ തമ്മിൽ ഇഷ്ടത്തിലാണോ? ഇഷ്ടത്തിലാണ്. വിജയേട്ടാ എന്താ കാണിക്കുന്നേ? ഇവൻ കാരണം ആ കുടുംബം നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടത്. ഇനി ഇത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞ സമയത്ത് തന്നെ ആ പെൺകൊച്ചിന്റെ കല്യാണം ഞാൻ നടത്തും. ചേട്ടാ മതി. നീ പോകട്ടെ. ഇങ്ങനെ എടാ നിന്റെയൊക്കെ കാസർഗോഡല്ലായിരുന്നു പെണ്ണിന്റെ ജോലി? ഇവനെ സാറേ. അതേടാ ഞാനാ. അവളങ്ങനെ നിന്നാലേ കല്യാണം കഴിഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതെ അതെ, മനസമാധാനം കിട്ടിയില്ല ഒരു കാര്യമില്ല. ആ സമാധാനം കിട്ടാനാ നാട്ടുകാർക്ക് ഞാനൊരു ആത്മഹത്യാക്കുറിപ്പും വൈകുന്നേരം ഡിപ്പാർട്ട്മെന്റിന് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൊടുക്കുന്നു. ഇനി ഇത് നീ പോയി പുറത്ത് നാട്ടുകാരത്ത് പറ. ആരും വിശ്വസിക്കുന്നത് നമുക്ക് നോക്കാടാ. എന്താടാ? കടയിലേക്ക് വന്നാ പൊണ്ണെ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചി പറഞ്ഞിട്ടാ വന്നേ. ഈ കല്യാണം എന്തായാലും നടക്കില്ല. ഇനി അവൾ എന്തെങ്കിലും ചെയ്തു കളയോന്ന് എൻ്റെ പേടി. എൻ്റെ ചേച്ചി പാവാ. നീ ചെല്ല്, നമുക്ക് നോക്കാം. പിടിച്ചോളൂടാ. പിന്നെ അയാളില്ലേ ചേട്ടൻ്റെ അച്ഛൻ, അയാൾ ആരാന്നാ കേട്ട വിചാരം? കല്യാണം നടത്താനേ എൻ്റെ വീട്ടുകാരെക്കാളും താല്പര്യം അങ്ങേർക്കാണല്ലോ. പന്തലിടുന്നു, പാത്രം ഇറക്കുന്നു, പച്ചക്കറി വെട്ടുന്നു. അങ്ങേരാ 500 നാട്ടിലെ പെണ്ണുങ്ങളുടെ ഒക്കെ കല്യാണം നടത്താൻ. ആ കള്ള കാലവാണോട് പറഞ്ഞേക്ക് ഇനി ഇതൊന്നും വേണ്ടാന്ന്. കേട്ടല്ലോ? ഇതായത് വിജയമാവനോ? ഞാന് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ പറയാണ്, എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വിളിക്കാൻ വന്നത്. അപ്പൊ ഫാമിലി ആയിട്ട് എല്ലാവരും വരണേ. വരില്ലേ? ഓക്കെ അല്ലേ? ആ കൊച്ചിന്റെ കല്യാണം നടത്തി കൊടുക്കാൻ വന്ന് ഞാൻ വാക്ക് കൊടുത്തതാ. അതിനിടയിൽ വല്ല പ്രശ്നം ഉണ്ടാക്കിയ இந்த பொண்ணுக்கு லவ் வீட்டுக்கு தான் பார்த்துருக்கோம். ആൾക്കാർ കൂടുവേ. എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ഇറങ്ങുവാ. പിന്നെ അവൻ അങ്ങനെ അടങ്ങിയിരിക്കില്ല. എന്തായാലും ഇങ്ങോട്ടേക്ക് വരും. എന്നാ വരട്ടെ. നീ ഒന്നും വിചാരിച്ച മുടങ്ങുന്ന കല്യാണം അല്ലടയത്. പിന്നെ എന്തിനാ പേടിക്കുന്നേ? നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ വിശ്വാസമില്ലേ? ഇവന് ചെറിയ കല്യാണം കൂടാൻ വന്നല്ലേ. അപ്പോ ചെല്ല്, ചെന്ന് സത്യയുടെ കാര്യങ്ങൾ നോക്ക്. നീ വാടാ. അതാടാ അതിന്റെ ശരി. എല്ലാം ദൈവം. നീ അന്തസ്സോടെ നീ കല്യാണം നടത്തി കൊടുക്കണം. എന്നാ ശരിയായിട്ടുള്ള വേറെ ആരും കൂടി പറയാറുണ്ട്. ഇവർ രണ്ടുപേരും കുറെ നാളായിട്ട് ഇഷ്ടത്തിലാണ്. ഇവരെങ്ങോടെങ്കിലും ഒളിച്ചോടി പോണെങ്കിൽ പെട്ടെന്ന് കല്യാണം നടത്തി കൊടുക്കാൻ നോക്കും. ഞാൻ പറഞ്ഞില്ല. എന്താടാ വേഗം നടക്കട്ടെ. ചുമ്മാ വിഷമമുണ്ടല്ലേ? ഒന്ന് പോയ ചെമ്പച്ചേട്ടാ. എന്നെ ചായച്ച എത്ര പെണ്ണുങ്ങളിലാണ് ഞാൻ കൂടിയേക്കണത്. എത്ര സദ്യ പോവാൻ പറ. എനിക്ക് സഹിക്കാൻ പറ്റില്ല ചെമ്പച്ചേട്ടാ. അവൾ അത്രയ്ക്ക് ഇഷ്ടമാണ്. ആ വിഷമം കത്തി തീരട്ടാ. അടി നമുക്ക് ബാമയോടൊന്ന് സംസാരിച്ചാലോ? സംസാരിക്കാനാ? നാളെ അവളുടെ കല്യാണമല്ലേ. സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പൊ എന്താട്ടോ ചെയ്യാൻ പറ്റുന്നേ? പോട്ടെ. എന്തായാലും ചേട്ടാ നമുക്കടിക്കാൻ പാ. നെഞ്ചില് പഞ്ചാരപ്പ. അപ്പുന്റെ കാര്യമായിരിക്കും. അല്ല, നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ അതൊരു ആത്മഹത്യയല്ല. അവൻ കൊന്നതാ. സുജയോടും മകളോടും കാണിച്ചു കൂട്ടിയ വൃത്തികേടുകളൊക്കെ ആരും അറിയാതിരിക്കാൻ അവനെ ചെയ്തത്.
ആത്മഹത്യയാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ ആ ബെഞ്ചമിൻ്റെ ബുദ്ധിയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയാളെ തിരുത്തി. നിന്റെ അഭ്യാസമൊക്കെ കഴിഞ്ഞാൽ അവളെയും വിളിച്ചിറക്കി വീട്ടിൽ പോ നോക്കാം. എടാ മാമേനും വിളിച്ചിറക്കി വീട്ടിൽ പോ നോക്കാൻ. ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്തോന്ന് എടാ കൊച്ചിന്റെ കല്യാണം നടത്തി കൊടുക്കാമെന്നാ ഞാൻ വാക്ക് അത് നീയുമായിട്ട് മതി. കാണുമോ ഇത് അവന്റെ പണിയാ. ഡ്രെയിനേജ് സീത കൂടെ പറയുന്നത് ആ നിൽക്കുന്ന പിന്നെ ആരാ? ഇവനെ ഞാൻ നിന്റെ മോൾ ഓടിപ്പോയെങ്കിൽ വേഗം പോയി കണ്ടുപിടിക്കും. അല്ലാതെ എന്റെ ചെക്കന്റെ ദേഹത്തെങ്ങാനും കൈവച്ചാലുണ്ടല്ല സുധാകര. താൻ കേട്ടോ അന്നേരം നല്ല ഉടുക്കത്തൊരു ഡാൻസ്. ചേച്ചി ഫോറസ്റ്റ് ഓഫീസിലുണ്ട്, അങ്ങോട്ടേ എന്താ സാവടിക്കുന്നത്? ഞാൻ എല്ലാം അറിഞ്ഞു. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പൊ നീ പോ. പട്ടാളത്തുകാരനെ ചുമ്മാ வளைவை தாண்டி தான் மிலிட்டரி ஆஃபீஸ் வரணுமா? தொத்தின்னு வரும் பொழுது அவங்க எஸ்கேப் போயிடுவாங்க. இவங்க எல்லாம் ஸ்டாப் ஆகி ரிட்டர்ன் வந்துடுவாங்க. நீங்கள் இந்த முண்டாஸ் போட்டியில் கேமரா திட்டு கூட வந்துடுமா? அப்படியே முடிவு போகுது. இல்லை இது ஓகே, அது தேடி வராங்க ஓகே. அவரே அந்த பொண்ணே காலில் வந்துடும் தோணுது. இல்லை காலில் போய் தேடி இருக்கலாம். இவன் என்ன எந்த வழியா தாண்டி ஒரு நினைக்கிறேன்டா. இருந்தான் தேட்டருக்காரன் ரெண்டுமே ஒரே ஊர் கிடையாது. ரெண்டு பேரும் வீடும் இவனோட வீடும் அந்த போயிட்டு ஃபாரஸ்ட் ஆஃபீஸ்ல போயிட்டு உட்காந்து இருட்டத்துக்குள்ள போயிட்டு இது போல இவன் தேடி போறான் பின்னாடி. அது ஃபாரஸ்ட் ஆஃபீஸ் போற வழி அதுதானே இந்த இடம். ஃபாரஸ்ட் ஆஃபீஸ் வந்து ஊருக்கு வெளியே இருந்து வர இடத்துல, இது வந்து ஊருக்குள்ள போறதுக்கு அந்த வளைவை தாண்டி தான் வரணும் போல. புரியுதா? டவுட்டா தான் இருக்கு. இரிட்டேட் ஆத்துனே போட்டுக்கிறீங்க இப்போ பேச பத்ரி. அது வேண்டாம், இங்கே பார்த்துட்டு എനിക്ക് പേടിയാണെങ്കിൽ ദാ ഇത് വെച്ചോ. സുജ അവിടെ കണ്ട എന്നോട് ഞാൻ പലതവണ പറഞ്ഞാലോ കോപ്പ ഇങ്ങോട്ട് വരരുന്നു. അവരെ പെയ്താണ് നീര്. ഇവനെ തീർത്തില്ലടാ നീ. கண்ணு நான் மாறி இருக்கடா அவனுக்கு. அவங்களும் வந்துச்சா? பேயா அது அல்லு அர்ஜுன் மூலம் ஆகுது. பேய் வந்துட்டு படக் படக் படக். கடைசி வரைக்கும் அந்த ஷேப் என்ன இதுன்னு காட்டல பத்தியா? അപ്പു അപ്പു എഴുന്നേക്കപ്പു. സൈജി ഗ്രൂപ്പ് ബ്രോല அந்த ஃபாரஸ்ட் ஆஃபீஸ்ல இவங்கள பத்திரமா பாத்துக்கிட்டேன். அப்போ ஒரு கேள்வி கேட்டு എന്തേ പറയണേ? അവർ നമ്മളെ കൊന്നുകളയും. അവരെന്താണ് ചെയ്യട്ടെ? നമ്മൾ മാള ചേച്ചി കാണിച്ച തെറ്റ് ആവർത്തിക്കാൻ പാടില്ല. அப்போ அக்கா இப்பொழுது இவன் தான் என்ன பண்ணியிருக்கான் போகுது. എൻ്റെ വീട്ടുകാർ സമ്മതിച്ചാലില്ലെങ്കിലും നമ്മൾ ഈ നാട്ടിൽ തന്നെ ജീവിക്കും. എനിക്ക് പേടിയാവുന്നു പോട്ടെ. അവർ ഇഷ്ടപ്പെട്ടു പോയതല്ലേ? നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ നിങ്ങൾ നോക്കിക്കോ. ഫോറസ്റ്റിലെ കാര്യം നോക്കിയാൽ നീ ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യം നോക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവനെന്താ സോക്കട്ടെ? എന്താടാ ആള് ചേച്ചി
ഇതിനല്ലേ ഞാൻ കൊണ്ടേ കൊന്നു പറഞ്ഞത്. ചേച്ചി ഞാനാണ് വിളിച്ചോടെ സഹായിച്ചത്. അല്ല ഇപ്പൊ എല്ലാവർക്കും സമാനമില്ലേ? പറമോളെ ആരാന്ന് പറമോളെ? പറമോളെ ആരാ? അത് ആളിവിടെ ഉണ്ട്. എനിക്ക് അപ്പളേ അറിയായിരുന്നു ഈ നാട്ടിൽ ഏതോ അറിയാൻ കൊണ്ടുവെക്കണമെന്ന്. അതായിരുന്നു പറഞ്ഞു. പറ മോളെ, പേടിക്കണ്ട. ഒന്ന് പറഞ്ഞു വിലക്കി മിണ്ടാതിരിക്കാതെ. പറമോളെ ആരാ? அவருக்கு ரோலே இல்லைன்ட்டு சொல்லி இப்பதான் போட்டு நான் திரும்ப பேசிக்கிறேன். அவர்தான்டா அப்பா பொண்ணுக்கு ആശാനെ சைடு இருக்கும்டா. നല്ലൊരു அதான்டா அந்த வயலட் கலர் தானே சொல்ற. பக்கத்துல இருந்தா அவரா? കാര്യം ഇങ്ങനെയൊക്കെ ആയെങ്കിലും നമ്മളെടുത്ത് ചെറിയ റിസ്ക് അല്ല കേട്ടോ. കറക്റ്റ്. എന്തായാലും എല്ലാം നന്നായി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ കല്യാണം പെട്ടെന്ന് നടക്കുമായിരിക്കും. നോക്കാം. സാറേ, എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. ഒരു വാക്ക് പറയായിരുന്നില്ലേ? എടോ അപ്പു, ഞാൻ തന്നോട് ഇത് പലവട്ടം പറയാൻ ശ്രമിച്ചതാ. പക്ഷെ താനെന്നെ കണ്ടഭാവം നടിച്ചില്ല. മനഃപൂർവ്വമായിരുന്നല്ലേ? മനഃപൂർവ്വോ? ആ, താനെന്ന് അവളെ വളവെടുത്ത് വിടാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടില്ലായിരുന്നോ? പിടിച്ചോ. ഓർമ്മയില്ലേ? ഞാൻ പോയിട്ട് വരാമേ. അല്ല വളവാ. അളിയാ അളിയാ, പഴയതൊന്നും ഇനി മനസ്സിൽ വെക്കണ്ട കേട്ടോ. ഇല്ല അളിയാ, ഒന്നില്ലെങ്കിലും ഇന്നലെ രാത്രി ഞാൻ വളവി കിടന്നപ്പോ നീയല്ലേ ഉണ്ടാവുള്ള രക്ഷിക്കാൻ. ഞാനോ? என்னடா இது? വളവില്ല. അളിയാ, ഞാൻ പട്ടാളക്കാരനാന്നേ ഉള്ളൂ. അത്രയ്ക്ക് ധൈര്യമില്ല കേട്ടോ. அது ஷேப்பே இல்லை ப்ளூர். எல்லாம் அந்த ஊர்ல அங்க என்னடா. ஓகே, சுமதி வளவி ஹாரர் காமெடி. ஓகே, அவரேஜாக இருந்துச்சு. பார்த்த கதை காஞ்சனாவோட இதுதான். ஆனால் அந்த இது அந்த சுமதியை காட்டாமல் இருந்தது தான் வந்து நல்லா இருந்துச்சு. ஏன்னா அது அவங்க அங்கே இருக்கிற கேரக்டர் வச்சே வந்து அதை ப்ளே பண்ணது அது வந்து டிஃப்ரெண்ட்டாக இருந்துச்சு. அவங்களோட இது ஸ்டோரி வந்து கொஞ்சம் எமோஷனலாக தான் இருந்துச்சு. இது வந்து இப்படியே இப்போ ட்ரூவாக இருந்ததுன்னா எப்படி இருக்கும் யோசிச்சு. இல்லை, அந்த இதில் போட்டுச்சு பாரு ஐஎம்டிபியில். ஐஎம்டிபியில் ஒரு அடுத்த படம் எடுத்து வந்து இந்த சுமதியோட ஆரிஜின் ஸ்டோரியா அது எடுக்கிறாங்க. கிளைமேக்ஸ் நல்லா இருந்தது. அந்த இது ரொமான்ஸமோட கிளைமேக்ஸ் மாதிரி அவருக்கே தெரியலையா? இல்லை, நல்லவங்களுக்கு மட்டும் ஹெல்ப் வந்து போல அந்த ஆத்மா. யாரையுமே கொலை பண்ணல. அந்த போலீஸ்கார் வரும்போது பயமுறுத்தி யாரையுமே அது கொலை பண்ணல. அது வந்து அவங்க ப்ரொடெக்டராக தான் இருக்கு. எல்லாருக்கும் அது ஹெல்ப் பண்ணி. எனக்கு அந்த பேக் ஸ்டோரி தானே ஒன்றும் புரியல. அந்த அவருக்கும் என்ன சம்பந்தம்னு வேற சொன்னாங்க. அது சொல்லலை. அது நட்சத்திரம் தான் அதை சொன்னாங்க. அது என்னன்னா வந்து ஸ்டார்டிங்ல வந்து என்ன ஸ்டோரி எப்படி ஆரம்பிக்குதுன்னா, இவர் வந்து அந்த பொண்ணு வந்து ஓடிடுச்சு, இவன் தான் ஹெல்ப் பண்ணிருக்கான், இல்ல சாவடிச்சிட்டான் அப்படின்ற மாதிரி சொல்லிருக்காங்க. ஆனா கட்சியில என்னன்னா அங்க இவர் போவே இல்லை. புரியுது? அது இவரோட ஷேப்பை எடுத்துட்டு பாய் மட்டும் சொல்லியிருக்கு. அதனால வந்து இது பண்ணிருக்காங்க. அது ஒன்று இல்லை. பேக் ஸ்டோரியில் வந்து இப்போ இந்த ஆத்மா வந்து எரிச்ச பேர் அந்த ஆத்மா வெளியே வந்து அந்த பொண்ணு அந்த ப்ரெக்னென்ட் லேடி எரிச்சிடுறாங்கல்ல. எரிச்சிட்டு வெளியே வந்து எல்லாரும் சாவடிச்சிருந்தாரு. அது வந்து எல்லாரையும் இது பண்ணி அந்த பிளானையே வந்து இது பண்ணிட்டு போல, பிரிச்சு விட்டுட்டு போல. அது வந்து என்னன்னா அந்த பிளான் வந்து பிரிட்டிஷ்காரங்க வந்து இந்த ரூட்டுலேயே ட்ராவல் பண்ணுறாங்கல்ல, ட்ராவல் பண்ணுறதை வந்து தடுக்கிறதுக்காக ஒரு இது காட்டுவாசி மாதிரி இருக்கிறாங்கன்னு. ஓகே, அந்த பொண்ணு வந்து அந்த அந்த காட்டுவாசியோட ராஜா பையன் வந்து கல்யாணம் பண்ணி கூட்டு வந்துக்கிறான். ஓகே, ஆனால் வந்து என்ன ஆகிட்டு இருக்குது, இவங்க வந்து பலி அந்த பலி பண்ணிடுறாங்க. அதனால என்ன பண்ணுறது, அது பேயா வந்து எல்லாரும் ஆச்சு நோக்கிட்டு இருக்குது. ஓகே, இப்போ அது கரெக்டாக ப்ரொடெக்டராக இருக்குன்னு சொன்னாங்க. ப்ரொடெக்டராக இருக்கிறதுக்கு யாரையும் உள்ளேயும் போக மாட்டேங்குது, யாரையும் வெளியே வர புரியுது. அதனால வந்து அது ப்ரொடெக்டராக இருக்குது. தப்பு நடந்தவங்களை மட்டும் அது பார்க்குது. ஏன்னா வந்து நீ அவங்க ஃபார்மே வந்து எப்போ காட்டினாங்கன்னா வந்து அந்த ட்ரம்ஸ் அடிக்கிறதுக்கு ஒருத்தர் போனார், அவர்கிட்ட மட்டும்தான் வந்து ஃபார்மை காட்டுச்சு. மற்றபடி யாருக்குமே காட்டல, போலீஸ்க்கு காட்டல. அப்புறம் ஆனால் அது உண்மையான ஃபார்மானே தெரியல, அதுவும் தெரியல. கை மட்டும் தான் அந்த மாதிரி இது எரிஞ்ச மாதிரி இருந்துச்சு. ஓகே, ரொம்ப கேச்சு ஒரு மலையாள மூவிஸில் நிறைய சாங்ஸு
ஃபன்னி நல்லா ஃபன்னியாக போச்சு. அந்த பையன் கேரக்டர்லாம் சரியான கேரக்டர், சின்ன குட்டி பையனா செம்ம கேரக்டர். யூத் கூட சைடு கருப்பு கூட அவருக்கு இது ரோல் இல்லாமல் இருக்கும்னு பார்த்தேன். அவர் ஃபர்ஸ்டே வந்துட்டே இருக்காரு. ஃபர்ஸ்ட் வந்தவர் அவர் தான் சொல்ல சொல்ல ஃபர்ஸ்ட் ஷாட்டே அவர் தான். அதுதான். ஸோ இட்ஸ் நாட் கிரேட் நாட் டெரிபிள். கரெக்டாக எல்லாத்தையும் க்ளோஸ் பண்ணி விட்டாங்க. ஆனால் என்னன்னா அந்த ஆர்ஜின் ஸ்டோரி தான் உங்களுக்கு எடுக்கிறது தான் பார்த்து படம் எப்படி ஓடிச்சு தியேட்டரிக்கல் தெரியல. எனக்கும் நான் இப்போ வந்த மாதிரி அந்த மாதிரி ரிலீஸும் இல்லை 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 நான் அது பார்த்தேன் 9th ஏஸ்டி கிராஸ். ஜாலியாக இருந்தது. அதுதான் படம் அப்படியே ஜாலியாக பார்த்துட்டு அப்படியே போச்சு. என்டர்டைன்மெண்ட்டாக இருந்துச்சு. ஞாயிற்றுக்கிழமை சாப்பாடு சாப்பிட்டு நான் படம் பார்த்தேன் அப்படின்னா அது மாதிரி தான் இருந்துச்சு. ஸோ நம்ம வந்து நல்ல என்னன்னா டென்ஷன் பண்ணாமல் இந்த மாதிரி ஓகே இந்த மாதிரி ஒரு என்டர்டெய்னராக இருந்தால் நம்மளுக்கு கமெண்ட் வந்து இது பச்சி காட்டினா நீங்களும் காரி மூஞ்சி கொடுப்பீங்க. அந்த மாதிரிலாம் கமெண்ட் போட்டு நாங்கள் போடல, உங்கள் சைட்லேருந்து தான் போட்டு. அது படம் தான் நம்மளுக்கு இதுதான் பண்ணணும், நம்ம படத்துக்கு எதுவும் பண்ணுவோம். ஸோ வந்து என்னன்னா வந்து இது நம்ம ஒரு கொஞ்ச நாளாக பேய் படமே பார்த்துன்னு நல்லா இருக்குது. ஓகே ஸோ நம்ம இன்னொரு வீடியோவில் இன்னொரு நல்ல என்டர்டெயின்மெண்ட்டான மூவி பார்க்கலாம். அந்த சரி வர சரி.